PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSCB ജൂനിയർ ക്ലർക്ക് എക്സാമിനും അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിനുമൊക്കെയായി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നും അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ആണ്. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനെയാണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ചില ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സിനും അതുപോലെ സൊസൈറ്റിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമല്ല, അവരുടെ ഒബ്ജക്റ്റീവിൽ വരുന്നതല്ല. അത്തരം ഓർഗനൈസേഷൻസിനെയാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. There are certain organizations which are set up for providing services to its members and the public in general. Such organizations are called not-profit organizations. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലബ്ബ്, ട്രേഡ് യൂണിയൻ, വെൽഫെയർ സൊസൈറ്റീസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല ഇവരുടെ ലക്ഷ്യം, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അവർ നോർമലി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും വരാറില്ല. ട്രയൽ ബാലൻസോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യാറില്ല. ഇവരുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നോർമലി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, മിനിറ്റ്സ് ബുക്ക്, ക്യാഷ് റെസീറ്റ് ജേണൽ, ക്യാഷ് പേയ്മെൻറ്റ് ജേണൽ ഇത്തരം റെക്കോർഡുകളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇയർ എൻഡിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ആ ഫൈനൽ അക്കൗണ്ട്സിൽ ഉൾപ്പെടുന്നതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് render services ആണ് to its members and the public. They don't normally engage in trading activities. Credit transactions are not usually made. Do not prepare trial balance, trading account, profit and loss account. മെയിനായിട്ടും 3 അക്കൗണ്ടിങ് റെക്കോർഡ്സുകളാണ് ഇവർ പ്രിപ്പയർ ചെയ്യാറ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ആദ്യം നോക്കാം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിന് പകരമാണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് അക്കൗണ്ടിന് പകരമാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ് നമുക്കറിയാം. അതുകൊണ്ട് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ടാണെന്ന് ചോദിച്ചാൽ അത് റിയൽ അക്കൗണ്ടാണ്. It is prepared at the end of accounting year, giving a summary of all cash receipts and payment. It is a summary of cash book. ഇത് ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. എല്ലാ ഐറ്റംസ്, എല്ലാ റെസീറ്റ്സും ഡെബിറ്റ് ചെയ്യും. അതുപോലെ എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഐറ്റംസ് ഓഫ് റെസീറ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഓൾ പേയ്മെൻറ്റ്സ്. യൂഷ്വലി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കാറ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡോ അതുപോലെ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. എല്ലാ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്, അതായത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതും റവന്യൂ നേച്ചറിലുള്ളതുമായ എല്ലാ റെസീറ്റ്സും എല്ലാ പേയ്മെൻറ്റും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസീറ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യും. അതുപോലെ പ്രീവിയസ് ഇയറിലെയും കറൻറ്റ് ഇയറിലെയും സബ്സിക്വൻറ്റ് ഇയറിലെയും ട്രാൻസാക്ഷൻസ് ഇത് റെക്കോർഡ് ചെയ്യും. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ക്യാഷ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഐറ്റംസ് ഓഫ് റെസീറ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഓൾ പേയ്മെൻറ്റ്സ്. എല്ലാ റെസീറ്റ്സും ഡെബിറ്റ് ചെയ്യും, എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യും.
ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ അറ്റ് ബാങ്ക്. ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ കാണിക്കും. അതുപോലെ ക്ലോസിംഗ് ബാലൻസും ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. ഇറ്റ് റെക്കോർഡ്സ് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ ആൻഡ് സബ്സീക്വൻറ്റ് ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. രണ്ടാമത്തേതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫോർ ദി അക്കൗണ്ടിങ് ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകത്തിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരു സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. ഇത് നോമിനൽ അക്കൗണ്ടാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമാണ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. ശ്രദ്ധിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും. എന്നാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് റെക്കോർഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഓൺലി റവന്യൂ ഐറ്റംസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിന് പകരം സർപ്ലസ്, നെറ്റ് ലോസിന് പകരം ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കറൻറ്റ് ഇയർ ഓൺലി ആർ ഇൻക്ലൂഡഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രീവിയസ് ഇയറിലെയും കറൻറ്റ് ഇയറിലെയും സബ്സിക്വൻറ്റ് ഇയേഴ്സിലെയും ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറൻറ്റ് ഇയർ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, അക്രൂഡ് ഇൻകം പോലെയുള്ള നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ടുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്ത് പോകും. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻസ്. It includes only revenue items. The balance of income and expenditure account represents surplus or deficit. Only revenue items are recorded. Income and expenses of the current year only are included. The surplus or deficit is transferred to capital fund in the balance sheet. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്തത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ്. The date on which a balance sheet is prepared, particulars of all the assets and liabilities are recorded in the same manner as we do in any other business organizations. മറ്റ് ബിസിനസ് ഓർഗനൈസേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ലയബിലിറ്റീസും അസറ്റും ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ക്യാപിറ്റൽ ഫണ്ട് എന്ന ഐറ്റമാണ്. ക്യാപിറ്റൽ ഫണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സർപ്ലസ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആൻഡ് അതർ ഇൻകംസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അക്യുമുലേറ്റഡ് ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റൽ ഫണ്ടാണ്. ചില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് രണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒന്ന്, അറ്റ് ദ ബിഗിനിങ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ടു നോ ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തേത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻസ്. സാധാരണ പോലെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നോൺ ട്രേഡിംഗ് കൺസേൺസുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ഐറ്റംസ് നോക്കാം. ആദ്യത്തേത് ഡൊണേഷൻ. ഡൊണേഷൻ സംഭാവന. നമുക്കറിയാം ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ട്. സ്പെസിഫിക് ഡൊണേഷനും ജനറൽ ഡൊണേഷനും.
സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ദ എമൗണ്ട് ഓഫ് സച്ച് ഡൊണേഷൻ കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസ്. മറ്റൊരു പർപ്പസിനും അത് യൂസ് ചെയ്യാൻ പാടില്ല. ആ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. രണ്ടാമത്തേത് ജനറൽ ഡൊണേഷനാണ്. അതൊരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ചില കേസിൽ ചിലപ്പോൾ ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. ഇനി ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് റെക്കറിങ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലെഗസി. ലെഗസി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസീറ്റ് ആണ്, നോൺ റെക്കറിങ് നേച്ചറാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് ഹെൻസ് വിൽ ബി അപ്പിയർഡ് ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതേസമയം ലെഗസി ഇൻകം ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കണം. പിന്നെ വരുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യ എന്ന് പറയും മലയാളത്തിൽ. എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. നോൺ ട്രേഡിംഗ് കൺസേൺസിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നതാണ് ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വരിസംഖ്യ. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ സെർട്ടൻ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പവിലിയൻ എക്സെട്ര ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ടൂർണമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഒരു പവിലിയൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ളൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓർ ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.